മുഴുപ്പുള്ള കെട്ടിടങ്ങളൊക്കെ നോക്കി തൊഴുതിട്ടുണ്ട്. പാളയം പള്ളി, അപ്പുറത്തെ മുസ്ലിം പള്ളി, ഇടയ്ക്കൊരു കുഞ്ഞമ്പലം, നടുക്ക് വേറൊരു സ്ഥലം ഞാൻ ഒരാഴ്ച കൊണ്ട് തിരിച്ചറിഞ്ഞു. അത് രക്തസാക്ഷിമണ്ഡപമായിരുന്നു. ഏതോ ഒരു ജ്വാത്സ്യം പറഞ്ഞു കൊടുത്ത് 12 വയസ്സ് തികയ്ക്കൂല, അതിനുമുമ്പ് തട്ടിപ്പോകുന്ന ഇവൻ തികയ്ക്കൂല. അപ്പം ചെറുതിലെ തന്നെ ഇല്ലാത്ത സൂക്കേടുകളൊന്നുമില്ല, ചൊറിയും ചിരങ്ങും അല്ലാത്ത ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അമ്മയൊക്കെ ഇച്ചിരി ഭക്തി കൂടിയവരാണ്. അതുകൊണ്ട് എല്ലാ പള്ളിയിലും, വെട്ടുകാട് പള്ളിയിലും, അങ്ങനെ തിരുവനന്തപുരത്തുള്ള മിക്കവാറും പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് എൻ്റെ ഇളിക്കൂടിലും കയ്യിലും ഒക്കെ ചരട് ജപിച്ച് കെട്ടിയതാണ്. ഇടമില്ല. ചിലപ്പോൾ ഞാനൊന്ന് ഓടിയാൽ ഈർന്ന് പോവും. അവിടെ തടഞ്ഞു നിൽക്കാൻ ഉള്ള മൂലവുമില്ല, ഇച്ചിരി തേമ്പിയതാണ്. അങ്ങനെ കുറേ നടന്നിട്ടുണ്ട്, മരുന്നും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് പിന്നീട് എൻ്റെ ജാതകം എഴുതിയ ആളാണെന്ന് പറഞ്ഞ കൊമരു ആശാൻ. അപ്പോൾ ആശാൻ പറഞ്ഞു കൊടുത്ത് ഒരു വഴിയേ ഉള്ളൂ, ചെറുക്കനെ കൊണ്ട് ആദിത്യ നമസ്കാരം ചെയ്യും, കിട്ടൂല, കിട്ടിയാൽ നല്ലതാണ്, ആദിത്യ നമസ്കാരം ചെയ്യാൻ പറഞ്ഞു. അപ്പം എനിക്ക് കുഞ്ഞിലെ ഓർമ്മയുള്ളത് ചിലപ്പം മഴക്കാലത്ത് അമ്മ മുറം ഇങ്ങനെ കമഴ്ത്തി പിടിച്ചു തരും. എന്നിട്ടത് വെളുപ്പിനെ പൂ കൊണ്ടൊന്ന് തറമൊഴുകിയിട്ട് സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തേക്ക് സൂര്യനെ നോക്കി പ്രാർത്ഥിക്കില്ല. അങ്ങനെ ആഴ്ചയിൽ 2-3 ദിവസവും വ്രതമാണ്. ഞായറാഴ്ച നമസ്കാരം ചെയ്യാൻ, ശനിയാഴ്ച മുതലേ വ്രതം അല്ലെങ്കിൽ പോലും അവിടെ അങ്ങനെ പ്രത്യേകിച്ച് വ്രതം മുറിയുന്ന ഭക്ഷണമൊന്നുമില്ല, എന്നാലും വ്രതമാണ്. അത് കാരണം ഞാൻ ഇപ്പോഴും വെജിറ്റേറിയനായിപ്പോയി. ഒരു കാര്യം അതെനിക്ക് വലിയ സന്തോഷമായി. പിന്നെ ഈ 12 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്കും ചെറിയ സംശയങ്ങളൊക്കെ തുടങ്ങി. സൂര്യൻ ഭയങ്കരം തന്നെ, 12 കഴിഞ്ഞു, അപ്പം പ്രാർത്ഥിക്കുന്നതൊക്കെ തരുന്നുണ്ട്. അപ്പം അതാണ് ദൈവം. നമുക്ക് സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുക എന്ന് പറയും. എന്ന് വെച്ചിട്ട് ഏത് പടം കണ്ടാലും ഞാൻ തൊഴുകയും ചെയ്യും. ഏത് പള്ളിയും പണ്ട് തയ്യൽ പഠിക്കാനൊക്കെ പാളയത്ത് ആദ്യം ചെന്നിറങ്ങിയിട്ട് ഞാൻ മുഴുപ്പുള്ള കെട്ടിടങ്ങളൊക്കെ നോക്കി തൊഴുതിട്ടുണ്ട്. പാളയം പള്ളി, അപ്പുറത്തെ മുസ്ലിം പള്ളി, ഇടയ്ക്കൊരു കുഞ്ഞമ്പലം, നടുക്ക് വേറൊരു സ്ഥലം ഞാൻ ഒരാഴ്ച കൊണ്ട് തിരിച്ചറിഞ്ഞു. അത് രക്തസാക്ഷിമണ്ഡപമായിരുന്നു. അത് നോക്കി തൊഴുതിട്ടുണ്ട്. അപ്പോൾ എവിടെയാണൊരു രക്ഷ കിട്ടുക എന്നുള്ളൊരു അന്വേഷണം ഉണ്ടല്ലോ, അതുണ്ടായിട്ടുണ്ട്.